എന്റെ വക ബസ് വാങ്ങാൻ ചെറിയൊരു കോൺട്രിബ്യൂഷൻ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ബസ് വാങ്ങിക്കുന്ന ചാരിറ്റി സ്ട്രീമാണ്. ബൈങ് എ ബസ് വിത്ത് യൂട്യൂബ് റവന്യൂ. ഇന്ന് ബസ് മേടിക്കണേ. അണ്ണാ സം മോട്ടിവേഷൻ ടു ഗ്രോ. ഐ ആം 20 years in UK. നീ UK ഇരിക്കുന്നു, നിനക്ക് എന്ത് മോട്ടിവേഷൻ? ഇവിടെ തളിപ്പറമ്പിൽ ഇരുന്ന് ലൈവ് കാണുന്ന പിള്ളേരുണ്ട്, അവർക്കല്ലേ ഞാൻ മോട്ടിവേഷൻ കൊടുക്കണ്ടേ? നീ അറ്റ്ലീസ്റ്റ് 10-20 വയസ്സ് UK എത്തിയില്ലേ? ഇവിടെ തളിപ്പറമ്പ് ജംഗ്ഷനിൽ ഇരുന്ന് ലൈവ് കാണുന്ന പേരുണ്ട്. ഒരുത്ത ഉത്സവ പറമ്പ് ഇരുന്നാണ് ലൈവ് കാണുന്നത്. എന്റെ നീ ഇപ്പോഴും ഉണ്ടോ ഇവിടെ? ആ പയ്യൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ അവനെന്ത് മോട്ടിവേഷൻ കൊടുക്കും? നീ അത് പറ. നീ അതെന്നോട് പറ. അണ്ണാ എനിക്ക് പെണ്ണ് കിട്ടി, ഡോണ്ട് ട്രസ്റ്റ് മീ. എടാ വിശ്വസിക്കല്ലെന്ന് സ്വന്തമായിട്ട് പേരിട്ടിട്ട് പോലും അവന് പെണ്ണ് കിട്ടി. നീയൊക്കെ പോയി പശുവിനെ കറക്കാവോയി അവന്റെ പേരുണ്ട ഡോണ്ട് ട്രസ്റ്റ് മീ. എന്നിട്ട് പോലും അവന് പെണ്ണ് കിട്ടി. എന്നിട്ട് പോലും ബ്രോന്റെ അണ്ടർവെയർ തരുവോ? 1000 GP തരാം. അളിയാ അയ്യെന്ന് പറഞ്ഞ പെട്ടെന്ന് എടുത്തിട്ട് പിന്നെ അഡ്രസ് ഒക്കെ വിനീതിന് കൊടുക്കേ. ഗൂഗിൾ പേ തരാം. ഞാൻ നീ കൊണ്ടുപോ. വിനീത് നാളെ ജോലിയുണ്ട്, അവൻ പോവും. എന്തൊക്കെ തരം ആൾക്കാരാണടാ, എന്തൊക്കെ തരം ആൾക്കാര്. നിനക്ക് എന്ത് വേണം? ദുബായിൽ ഇരുന്നിട്ട് അവനെ എന്റെ ഷെഡിക്ക് 1000 രൂപ വെച്ച് തരാന്ന്. അണ്ണ മീശ ഒന്ന് പിരിക്കാവോ? എന്താ ചന്തിമുഖ? മാർട്ടിൻ റോയ് താങ്ക് യു സോ മച്ച് 40. അണ്ണ നമസ്കാരം ബ്രോ. ബ്രൂസ് ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 20. മുൻഷിൻ ബാബു താങ്ക് യു സോ മച്ച് 29. പക്ഷെ സ്റ്റിക്കറിന് അത്ര പന്തി അല്ലല്ലോ. സുന്ദരൻ അവിടെ ഉണ്ടോ? ആനന്ദ് ആരെ? വിനീതിനാണോ? അയ്യേ ഇവിടെ ഉണ്ടെന്ന്. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. അയ്യോ താങ്ക് യു ടോം എബ്രഹാം ബ്രോ. അയ്യോ ഒരുപാട് നന്ദിയുണ്ട്. ഒരു 6-7 മാസം കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേക്ക് ഇപ്പോഴേ വിഷ് ചെയ്തല്ലോ ടോം എബ്രഹാം. വളരെ നന്ദിയുണ്ട്, മറക്കത്തില്ല. ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ്. എണ്ണിട്ട് നിന്ന് തൊഴുതേക്കാം അവന്. ലീജിയൻ 5 Pro എടുത്തു, തുണി വെക്കാൻ പറ്റിയില്ല. ഓ ഇനി എല്ലാത്തിനും തുണി വെക്കൽ ഈ ആനന്ദ് ഉണ്ടായില്ലേ, അവനെയാണ് ഇവന് ഈ ചാറ്റി കണ്ട ഹൈഡ് ചെയ്ത് വിടണം. താങ്ക് യു സോ മച്ച് 20. വിനീതേട്ടാ ബസ് സെറ്റ് ആയിട്ടുണ്ടെന്ന് ആനന്ദ്. എടാ നിന്റെ തുണിവെക്ക് വണ്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഓരോന്നാ ചെറുക്കനെ പറഞ്ഞു കൊടുക്ക്. ഇനി അവൻ അത് ഓതി എന്റെ ചെവിക്കകത്തോട്ടിരുന്ന് രാത്രി ഇവിടെയിരുന്ന് മോങ്ങും. പിന്നെ രാത്രി ഞാൻ ബസ് എടുക്കാൻ ഓടണം. ഞാൻ നിന്റെ വണ്ടിയുടെ തുണി വെക്കിയിട്ട് നിനക്ക് നിന്റെ സൗകര്യം നോക്കി പൊക്കൂടെ? ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ പിള്ളേർക്ക്. സവാള 1.5 ഉള്ളൂ. 1 kg പച്ചമുളക് 100 കൂള് 2. എടാ ഇവൻ നോട്ട് പാഡ് വെച്ച് ഓക്കെ കൊടുത്തപ്പോ അത് സൂപ്പർ ചാറ്റ് ആയി പോയതാണോ? സവാള 1/2, 1 പച്ചമുളക് 100 കൂള്, പച്ചമുളക് 100 കൂള് 2. ഇവൻ എവിടുത്തെ നോട്ട് പാഡിൽ വെച്ച് അമക്കിയപ്പോ പൈസ വന്നതാണ് ഇവിടെ. അണ്ണന്റെ ലൈവ് കാണുമ്പോൾ GF വിളിച്ചാൽ എങ്ങനെ ഒഴിവാക്കുക? തിരുമേനി, ഞാൻ തിരുമേനിയുടെ അടുത്തൊരു കാര്യം പറയാം. തിരുമേനി ഒരു ദിവസത്തിലെ പകുതി സമയം ദൈവത്തിന്റെ കൂടെ, ബാക്കി പകുതി സമയം ഇവിടെ ലൈവിൽ. എൻ്റെ ലൈവ് ഇപ്പോൾ 6 മണിക്കൂറൊക്കെയാണ്. തിരുമേനിയുടെ ഗേൾഫ്രണ്ടിനും ഉണ്ടാവൂലേ തിരുമേനിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ? ദൈവത്തിന്റെ കൂടെയും എൻ്റെ കൂടെയും മാത്രം മതിയോ തിരുമേനി? തിരുമേനി ഗേൾഫ്രണ്ടിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ട തിരുമേനി, അല്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. ഞാൻ അത് പറഞ്ഞാൽ ചിലപ്പോൾ തിരുമേനിക്ക് വിഷമമാവും. തിരുമേനി അത് പ്രശ്നമാണേ. തിരുമേനി ദൈവവും ഞാനും മാത്രം പോരാ, ഗേൾഫ്രണ്ടും ഫാമിലിയൊക്കെ വേണം. മനസ്സിലായ? ഭാഗ്യ അനിൽകുമാർ, അണ്ണ എൻ്റെ ലവറിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ? വിഷ് ചെയ്യാലോ ഭാഗ്യ. ഒരു മിനിറ്റ്. ഭാഗ്യ അനിൽകുമാറിന്റെ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ലവറിന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും. നല്ലൊരു വർഷം നേരുന്നു. ഫ്രം പരുന്തുവാസു അല്ലെങ്കിൽ ഈഗിൾ ഗെയിമിംഗ്. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. ആ പറഞ്ഞു. സന്തോഷമല്ലേ ഭാഗ്യ? ഇതിന്റെ പേരിൽ വല്ല ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ദയവ് തന്നെ ബ്ലെയിം ചെയ്യരുത്. ഓൾ ദ വെരി ബെസ്റ്റ്. 40 rupees ഉണ്ട്. ബസ് എടുത്തിട്ട് ബാക്കി ബാങ്കിൽ ഇട്ടോ. ഓ ബസ് മേടിക്കാനുള്ള കോൺട്രിബ്യൂഷൻ ആണല്ലേ? ഓക്കെ 7000 രൂപയായി. ഇവിടെ ചാറ്റ് റവന്യൂ ഒരു 45 ലക്ഷം രൂപയാക്ക്. ഇന്ന് തന്നെ ബസ് എടുക്കാം. നാളെ തന്നെ അഡ്വാൻസ് കൊടുക്കാം ബസ്സിന്. മുൻഷിൻ ബാബു താങ്ക് യു സോ മച്ച് 40 rupees. ഈനാം പേച്ചി, വേടൻ പോഡ്കാസ്റ്റിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ എണ്ണിച്ച് ഇന്ന് രോമം ഫുള്ള് കേട്ടപ്പോൾ കുനിഞ്ഞ് നിന്ന് തലയ്ക്ക് വിളിച്ചിട്ട് കിടന്നുറങ്ങി. ഇങ്ങനെ ചെയ്യല്ലേ അണ്ണ ലൈവ് കക്കൂസിൽ ഇരുന്ന കണ്ട എയർപോർട്ട്സ് പോയി. ഫോണും കൊണ്ടേം കൊണ്ട് എന്തിനാണ് അതിനകത്തോട്ട് കയറി പോകുന്നത്? അതില്ലാതെ പറ്റൂലേ? നിനക്ക് കക്കൂസിൽ പോണെങ്കിൽ പോയിട്ട് തിരിച്ചു വരണം. ഫോൺ വെളിയിലിരിക്കട്ടെ.
എല്ലാ അമ്മമാർക്കും ഈ സൂക്കേടുണ്ട്, എനിക്ക് മാത്രമല്ല. അപ്പൊ ഇല്ലേ, എനിക്കുണ്ട്. എല്ലാരും ഉണ്ട്. എന്റെ അണ്ടർവെയർ മറക്കല്ലേ എന്ന്. കൈസ് എന്തോരം ആൾക്കാരാ കൈസ്, ഇതൊക്കെ എന്തൊരു ആൾക്കാരാണ്, ഇതൊക്കെ എന്തൊരു ആൾക്കാരാണ്. അണ്ടർവെയർ അവന്. നീ മറ്റേ അയക്കാത്ത സുരേഷ് ഗോപിയാ? അത് അറ്റ്ലീസ്റ്റ് അത് വേണ്ട. അത് ആകാശ് ബാബു ബ്രോ, അണ്ണ എയർപോർട്ട്സ് കിട്ടി, പക്ഷെ ഭയങ്കര നാറ്റം. കക്കൂസി വീണ എയർപോർട്ട് അവൻ കൈയിട്ടെടുത്ത് കേട്ടാ. അണ്ണ ഡ്രൈവർ വേക്കൻസി ഉണ്ടോ? ഞാൻ കുറച്ച് സീൻ ഡ്രൈവിംഗ് ആണ്, ഒരു ബസ് മറിച്ചിട്ടുണ്ട് കണ്ണൂർ റൂട്ടിൽ. പൊൻതൂവൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ പൊൻതൂവൽ. പുള്ളിക്ക് ഒരു പൊൻതൂവൽ കിട്ടി കണ്ട. എന്ത് ഇതായിട്ടാ പറയണേ. പുള്ളി പറയണ കണ്ണൂർ റൂട്ടിൽ ഒരു ബസ് ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ബസ് ഇങ്ങനെ മറിച്ചിട്ടെന്ന്. ഒരു 50 പേരുടെ വണ്ട ബസ് വീണ്. പുള്ളി അതിപ്പോഴും മറ്റേ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മനസ്സിലായോ? നമ്മുടെ എന്തോ അതിന് പറയണേ, സി വിയിൽ നോട്ട്. പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ എന്താണ് എക്സ്പീരിയൻസ്, കണ്ണൂർ റൂട്ടിൽ ഞാൻ ഒരു ബസ് മറിച്ചിട്ടിട്ടുണ്ട്, കോഴിക്കോട് ഞാൻ ഒരെണ്ണം മലത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് അച്ചീവ്മെന്റ്സ്. ഉറപ്പായിട്ടും ഞാൻ ഡ്രൈവറായിട്ട് വിളിക്കാം. എങ്കിൽ ബസ്സിലേലും എനിക്ക് ബസ്സിൽ സീറ്റും കോപ്പിൽ സീറ്റും വേണ്ട, എനിക്ക് ആ BMW ബാക്ക് സീറ്റ് മതി. ഫ്രണ്ട് BMW, അയ്യോ അതെവിടെ പോയി അത് കഴിഞ്ഞിട്ട് ഇത്ര സൂപ്പർ സെറ്റ് വന്നാ. ഫ്രണ്ട് കൂടെ ഇരുത്തിയ ചേച്ചി എന്നെ കിണ്ടും, അതോടെ പിന്നിൽ മതി. BMW മസ്റ്റാണ്. BMW 200 രൂപ സൂപ്പർ ചാറ്റ് ശേഷം ബ്രോ BMW അടക്കത്തില്ല. ഒരു 20,000 രൂപ സൂപ്പർ ചാറ്റ് BMW കേട്ടോ. അണ്ണാ സൂപ്പർ ചാറ്റ് ചെയ്യാൻ കൂട്ടി വെച്ച പൈസ കൊണ്ട് ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ചെയ്യുന്നു. PUBG ചലഞ്ച് എല്ലാം തീർക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. 1 ലിറ്റർ ഡീസലിന്റെ വക, 1 ലിറ്റർ ഡീസൽ 100%, 40, 60 രൂപയ്ക്ക് ഒരു ലിറ്റർ ഡീസൽ കിട്ടുമോ കൈസ്? 1 ലിറ്റർ ഡീസലിന് എത്രയാണ് ഭീകരൻ? ഇല്ല 4 രൂപ തരണം, 4 രൂപ 5 രൂപ തരണം. പുറകെ ഉണ്ട് സത്യം. പിന്നെ അല്ല ഗെയിമർ എക്സ്പിക്സലെ നമുക്ക് കിടിലം കുറച്ച് RP ഒക്കെ ചെയ്യാം. നിനക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കണം കേട്ടോ. നീ ഏത് ഗ്യാങ്ങിൽ കളിച്ചാലും സംസാരിക്കാൻ നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ അടിപൊളിയാണ്. നീ സംസാരിക്കാനൊക്കെ വരണം. നമുക്ക് കുറച്ച് കിടിലം, നിനക്ക് കുറച്ച് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, യൂട്ടിലൈസ് ഇറ്റ്. അത്രേ എനിക്ക് പറയുള്ളൂ. അണ്ണാ എനിക്ക് എടുത്ത 8 ഡേ കഴിഞ്ഞപ്പോൾ ആക്സിഡൻ്റ് ആയിരുന്നു. അണ്ണാ നീ ബൈക്ക് എടുത്ത് 8 ഡേ കഴിഞ്ഞപ്പോൾ ആക്സിഡൻ്റ് ആയിരുന്നു. അയ്യോ എടാ, ബൈക്കൊക്കെ സൂക്ഷിച്ചൊക്കെ ഓടിക്കടാ. ടാക്സ്, ഇൻഷുറൻസ്, MVD ഉള്ള സമാധാനം കളയണം അണ്ണാ. എടാ ബസ് എടുത്ത ടാക്സ് MVD ഒക്കെ വരുമോ? അല്ല MVD ഒക്കെ സീനാണോ ബസ്സിൽ? അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. ബസ്സിൽ എയർ ചെയ്യാൻ പറ്റുമോ അതിന്? അത് നമ്മൾ ടയറൊന്നും മറ്റേ വലുതിടാനൊന്നും പറ്റത്തില്ലല്ലോ. അണ്ണാ ഫ്രണ്ടിലെ കിളി ആയിക്കോട്ടെ എന്ന് ചിലന്തി മനുഷ്യൻ. താങ്ക് യു സോ മച്ച്. അത് 40. അണ്ണാ ബാക്കിലെ കമ്പിയിൽ നിന്നോളാം, അതാർക്കും തരുമില്ലെന്ന്. വാജിത് ബ്രോ, അണ്ണാ എനിക്ക് ഒരു സീറ്റ് ഞാൻ ബുക്കിംഗ് ചെയ്തേന്ന്. ഓക്കെ താങ്ക് യു. 45 മിനിറ്റ് കൊണ. എടാ സെർവർ ഇല്ല, ഇങ്ങനെ ഇരുന്ന് കൊണച്ചേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. അണ്ണാ CM-നോട് എറണാകുളം വെള്ളാർപ്പാടം പോർട്ടിൽ വരാൻ പറ. കണ്ടെയ്നർ ലോറിയിൽ ട്രിപ്പ് എടുക്കാം, സെറ്റാക്കാം. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ട്രെയിലർ ഓർ ഹെവി സെറ്റാക്കാന്ന്. എൻ്റെ പൊന്നു മൗഗ്ലി ബ്രോ, ഞാൻ പറഞ്ഞല്ലോ, ഇവൻ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ അന്ന് പരിവാഹനിന്ന് 10 പേര് വിളിക്കും എന്നെ, മനസ്സിലായ? ഇനി കണ്ടെയ്നർ ലോറിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുണ്ടച്ചി അത് എവിടെയൊക്കെ കൊണ്ട് കയറ്റുമോ, ആരെയൊക്കെ കൊല്ലുമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കുക. സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് കണ്ടെയ്നർ ലോറി എടുത്ത് അവൻ്റെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവൻ ഇല്ലാത്ത നാശം ഈ കേരളത്തിൽ ഉണ്ടാക്കി വെക്കും. എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, എക്സ്പീരിയൻസ്. സ്നേഹത്തിൻ്റെ പുറത്ത് പോലും വിളിച്ചേക്കരുത്. അവൻ വണ്ടി കയറി വരും. വണ്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഇപ്പോൾ പറയാം ഗോവയിൽ പോകാമെന്ന് പറഞ്ഞാൽ അവൻ വരില്ല. അവൻ പറയാം ഗോവയിൽ പോയി ഒരു 3-4 വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ബാഗ് എടുത്ത് അപ്പം വരും. അങ്ങനത്തവനാണ്. ട്രെയിലർ ഓടിക്കാമെന്നും ഹെവി ഓടിക്കാമെന്നും ഒന്നും പറഞ്ഞാൽ ഇപ്പം ചാട് വിടുന്നു. ദയവ് ചെയ്ത് അങ്ങനത്തെ വാഗ്ദാനങ്ങളൊന്നും കൊടുത്ത് എന്നെ ജയിലിൽ കയറ്റരുത്. അത്ര എനിക്ക് പറയുള്ളൂ. എനിക്ക് സൈഡ് സീറ്റ് വേണം, മീസേട്ടൻ ഉറപ്പായിട്ട് തരാം ബ്രോ. അണ്ണാ ചാനൽ വിൽക്ക്, എന്നിട്ട് ബസ് എടുക്ക്. ഈ ചാനൽ ഞാൻ നിനക്ക് 45 ലക്ഷം രൂപയ്ക്ക് നീ എടുക്കുമോ? ഈ ചാനൽ 45 അല്ല, ഇനി 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഈ ചാനൽ വിൽക്കത്തില്ല. ഞാൻ നാളെ ചത്തുപോയാലും ജീവിച്ചിരിപ്പുണ്ടോയെന്ന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് 4 പേര് അറിയണോ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇവിടെ കിടന്നോട്ടെ ഈ പേരിൽ. ഇത് വിറ്റിട്ടൊരു ബസ് എനിക്ക് വേണ്ട. അത് BGM ഒക്കെ ഇട്ട് വരുമ്പോൾ നൈസായിരിക്കും അല്ലേ? അത് നൈസായിരിക്കും അല്ലേ? റീൽസിലൊക്കെ ഇങ്ങനെ തോണ്ടി വരുമ്പോൾ അത് നൈസായിരിക്കും അല്ലേ? കൊള്ളാതെ. എടാ നിന്റെ ആൾക്കാർ കാണണോ? വിളിക്കുന്നു CM-നെ കാണണോന്ന്. എടാ വാഴ ഒന്ന് കാണാ, ഒന്ന് മുഖം കാണിക്കടാ. ചന്തിയൊന്നും അല്ലല്ലോടാ, മുഖം കാണിക്കേ. വലുതാക്കടാ, ക്യാമറ എങ്കിലും വലുതാവട്ടെ. അതാ കാണ. ഓ നീ അങ്ങോട്ട് നോക്കങ്ങോട്ട്.
എടാ നിക്കറല്ലേടാ, അതിനെന്താടാ ഒരു നിക്കറല്ലേ, അതിനെന്താ വിനീത്? ബസ്സിന്റെ സൂപ്പർ പറ സൗദ, പറ. നിന്നോട് ചോദിച്ചിട്ടാണോ ബസ് എടുത്തേ? നിന്നോട് ചോദിച്ചിട്ടാണോ ബസ് എടുത്തേ? ദുബായിൽ വരുമ്പോ ദുബായിൽ വരുമ്പം മതി ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന്. അയ്യേ എടാ പോടാ കുണ്ട. അവനെന്റെ ഷെഡി വേണോന്ന്. എന്തൊക്കെ ആൾക്കാരല്ലേ അണ്ണ. വിനീതിന്റെ ജട്ടിയുടെ എലാസ്റ്റിക് ഒന്ന് കാണിക്കാവോന്ന്. ഇവരൊക്കെ എന്താ ഇങ്ങനെ? എന്റെ അണ്ടർവെയർ എന്തേലും അപ്ഡേറ്റ്. എടാ ഇവൻ എത്ര ദിറംസാടാ എനിക്ക് തരുന്നേ? ഇവൻ ഏതോ കാശുള്ള കുണ്ടനാണ് ഇവൻ.